Hi students, welcome to Tries Trivandrum. I am VIJAYAKUMAR. ഇന്നിപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിലെ കോർഡിനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കുറച്ച് ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് triangle with the vertices x1 y1 x2 y2 x3 y3 ഇങ്ങനെ മൂന്ന് വെർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ഇൻറ്റു എടുത്തിട്ട് ഡിറ്റർമിനന്റ് x2 മൈനസ് x1 y2 മൈനസ് y1 x3 minus x1 y3 minus y1 ഇങ്ങനെ ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you get the answer. Then area of quadrilateral whose vertices are x1 y1 x2 y2 x3 y3 and x4 y4 is half into determinant x1 minus x3 y1 minus y3 x2 minus x4 y2 minus y4 ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -2 -1 -3 4 5 8 and 5 -3 ഇത് വെർട്ടിസസ് ആയിട്ട് വരുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഹാഫ് ഇൻറ്റു ഈ ഫസ്റ്റും തേർഡ് കൊടുക്കണം. -2 -5 -7 -1 -8 -9 -3 ഇനി സെക്കൻഡും ഫോർത്തും -3 -5 -8 4 -3 4 -3 that is 7. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഹാഫ് ഇൻറ്റു -7 into 7 -49 -9 into -8 72 plus 72 അപ്പോൾ ഹാഫ് ഇൻറ്റു -49 -72 which is -121. അപ്പോൾ -121/2 എന്ന് പറയും. പക്ഷേ ഏരിയ നമ്മൾ പോസിറ്റീവ് എടുക്കുള്ളൂ. അപ്പോൾ 121/2 സ്ക്വയർ യൂണിറ്റ്സ് ഈസ് ദ ആൻസർ. ഓക്കെ. ഇനി ഇതുപോലെ ഒരു പാരലഗ്രം ചോദിച്ചിട്ട് മൂന്ന് വെർട്ടിസസ് തരും. നാലാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ്? ഇപ്പോൾ ഇത് x1 y1 ഇത് x2 y2 ഇത് x3 y3. ഈ ഫോർത്ത് വെർട്ടെക്സ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഡയഗണലിന്റെ എൻഡ് പോയിന്റ്സ് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ x1 plus x3 minus x2 y1 plus y3 minus y2. This is the answer. ഈ രണ്ട് എൻഡ് പോയിന്റ്സ് ആഡ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് വരുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ മെത്തേഡ്. അങ്ങനെ നമുക്ക് ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ മിഡ് പോയിന്റ്സ് തന്നിരിക്കും. മിഡ് പോയിന്റ്സ് തിരിച്ച് ഈ വെർട്ടിസസ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ഞാൻ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. ഇപ്പോ ഈ നമ്പർ എന്ന് പറയുന്നത് -2 4 എന്നിരിക്കട്ടെ. ഇത് 3 5 ഇത് വന്നിട്ട് 0 and 2. നമുക്ക് ഈ വെർട്ടിസസ് കണ്ടുപിടിക്കണം. നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇത് എ ആണെങ്കിൽ എ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റ്സ് ആഡ് ചെയ്യുന്നു, ഇതിന് നേരെ എതിരെയുള്ളത് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ -2 plus 3 that is -2 plus 3 ഈ -0 -2 plus 3 is 1 1 minus 0 1. അതുപോലെ 4 plus 5 9 9 minus 2 that is 7. അങ്ങനെയാണെങ്കിൽ ബി എങ്ങനെയായിരിക്കും ചെയ്യുക? ബി ഈ പോയിന്റ് ബി
നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ -2 + 0 -2 -2 -3 -5. 4 + 2 6 6 - 5 1. Similarly, you can find this vertex also. എങ്ങനെയായിരിക്കും? Add these two and then subtract this. അപ്പോൾ 3 + 0 3 3 - 2 that is 5. 5 + 2 7 7 - 4 3. Okay.